ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ഒരു 2 സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫേസ് പാക്കാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയണതുണ്ടല്ലോ, ഇതാണ് കേട്ടോ. ഈ ഒരു ചെമ്പരത്തിയിലെ 5 ഇതൾ ചെമ്പരത്തിയാണ്. ഒട്ടുമിക്ക മലയാളത്തിൻ്റെ വീട്ടിലും ഈ ഒരു ചെമ്പരത്തി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ പോണത്. അതെങ്ങനെയാണ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ, അതെങ്ങനെയാണ് നിങ്ങളൊന്ന് കണ്ടിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? നമ്മുടെ തരം ചെമ്പരത്തിയാണ്. അപ്പോൾ ചെമ്പരത്തി പൊട്ടിക്കാം. ഞാനിവിടെ വെച്ചിരിക്കുന്ന 5 ചെമ്പരത്തിയാണ്. അതിൽ ചെമ്പരത്തിയുടെ ഈ പൂമ്പൊടിയുടെ ഇതും അതേപോലെ തന്നെ ബാക്കിലത്തെ ഈ പച്ച കളറുള്ള സംഭവം കളയണം. ഇത് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ എല്ലാത്തിൻ്റെയും കളഞ്ഞിട്ട് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 3 സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് ഇട്ടു കേട്ടോ. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാണ്. നമ്മൾ 2 സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ചെമ്പരത്തി, തൈര് കേട്ടോ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമ്മളത് ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ആവി ഒളിച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഫേസ് വാഷൊക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ പാക്ക് അപ്ലൈ ചെയ്യാം. ഈ പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആൻഡ് ഗ്ലോയി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഈ കുറച്ച് ചുളിവുകളൊക്കെ വന്ന സ്കിന്നുകളുണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ സഹായിക്കും കേട്ടോ ഈ പാക്ക് നന്നായിട്ട്. പിന്നെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് കുറയാൻ ഈ പാക്ക് കൊണ്ട് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ തൈരും ചെമ്പരത്തി പൂവും മാത്രമല്ല എടുത്തിട്ടുള്ളൂ. ഇതിൽ വേണമെങ്കിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്യണം, ഫേസ് സ്ക്രബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം കേട്ടോ. അത് നല്ലതാണ്. അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം കേട്ടോ ഫേസിന്. ഞാൻ കഴുത്തിലും അപ്ലൈ ചെയ്യണ്ട കേട്ടോ. നമ്മൾ ഏത് ഫേസ് പാക്ക് നമ്മൾ ചെയ്യുമ്പോഴും അത് കഴുത്തിലും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ കഴുത്ത് വേറൊരു കളറായിട്ട് ചിലപ്പോൾ കാണും. അപ്പോൾ ഞാൻ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ അത് ഡ്രൈ ആവാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസൊക്കെ നന്നായി ഉണങ്ങി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇനി നമുക്കത് റിമൂവ് ചെയ്യാം. നിങ്ങളടുത്ത് ഫേഷ്യൽ റിമൂവൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഒന്നുകൂടി ബെറ്റർ. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ തുണി എടുക്കുകയാണ്. ഞാൻ അങ്ങനെ സാധാ പച്ച വെള്ളത്തിൽ തുണി നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ലൈവ് റിസൾട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ വാഷ് ഓഫ് ചെയ്യാണ്. നിങ്ങൾക്കിത് ആഴ്ചയിലൊരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാം കേട്ടോ. നല്ലൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. നിങ്ങളിത് ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. അത് മറക്കരുത് കേട്ടോ.
എന്നോട് ഓടിക്കും. താഴെ കൂടെയൊക്കെ ആവുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ അവിടെ തന്നെ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് അതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അത് ആഴ്ചയിലൊരു 3 വട്ടമൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ കിട്ടുന്ന 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ലേ ചെയ്യണത്. നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഒരു ഗ്ലോ ആയിട്ടില്ലേ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കാം കേട്ടോ. ആകെ 2 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.